السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم، ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. ആദരണീയരായ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രോഫ്കോൺ എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഈ വൈജ്ഞാനിക സദസ്സിലേക്ക് എത്തിച്ചേർന്ന എൻ്റെ അനിയന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മറ്റു ശ്രോതാക്കളെ, റബ്ബുൽ ആലമീനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ സ്വീകരിക്കുന്ന ഒരു പുണ്യകർമ്മമായി, ഒരു സുഹൃതമായി നമ്മുടെ ഈ സംഗമത്തെ നമ്മുടെ റെക്കോർഡിൽ അള്ളാഹു രേഖപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയബന്ധിതമായി വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ, ആ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുവാൻ, ആ ചർച്ചകളിലൂടെ തീരുമാനത്തിലേക്കെത്തുവാൻ, അത് ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അതാവട്ടെ നമ്മുടെ പ്രതിജ്ഞ. കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന ഓർമ്മയോടുകൂടിയാണ് എൻ്റെ അനിയത്തിമാരും അനിയന്മാരും ഈ സദസ്സിൽ ഇരിക്കുന്നത്. ഇത് ഏറ്റവും മനോഹരമായ ഒരു സദസ്സാണ്. പ്രായത്തിൻ്റെ ചാബല്യങ്ങളേറെ വരാൻ സാധ്യതയുള്ള ഈ സമയത്ത് തിന്മയിലേക്കും അശ്ലീലതയിലേക്കും ആഭാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും തെന്നിമാറാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക സമയത്ത് നിങ്ങളെ നന്മയിലേക്ക്, സത്യത്തിലേക്ക്, നേർവഴിയിലേക്ക്, സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ, പ്രിയമക്കളെ തെറ്റിപ്പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ, ആ ഓർമ്മപ്പെടുത്തലുകളിലൂടെ വരാനിരിക്കുന്ന അഗാധഗർത്തമുള്ള നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ കൊതിച്ച്, മോഹിച്ച്, അഭിലഷിച്ച് നാം സംഗമിച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അമാനുഷികത, അല്ലാഹു തആലയിൽ നിന്നുള്ള കലാമാണ്, സംസാരമാണ് എന്ന് വിശദീകരിക്കുന്ന സംസാരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്
ഏറ്റവും ഋജുവായ മാർഗത്തിലേക്കാണ്. വക്രതയില്ലാത്ത, ഒരിക്കലും അബദ്ധമില്ലാത്ത, ഒരു നിലക്കും കൂട്ടിമുട്ടലുകളില്ലാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിന്റെ, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്, നമ്മെ നയിക്കുന്നത് ഏറ്റവും ശരിയായ മാർഗത്തിലേക്കാണ്. ശരിയായത് എന്ന് മാത്രമല്ല, ഏറ്റവും ശരിയായത്. മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്കും അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന ലോകത്ത് ലഭിക്കാനിരിക്കുന്ന അനന്തമായ അനശ്വരമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന അമൂല്യമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ആകണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ താളങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സ്പന്ദനങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനാകണം. അങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്താനുള്ള, അങ്ങനെ സ്വയം നിയന്ത്രിതമായ ഒരു ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു ഉത്ബോധനമാണ് ഈ വൈജ്ഞാനിക സദസ്സിന്റെ മുമ്പാകെ എനിക്ക് വെക്കാനുള്ളത്. ഞാൻ ഓതിവച്ച ആയത്ത് നിങ്ങൾക്കറിയും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. പരിശുദ്ധ ഖുർആനിൽ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ 9-ാമത്തെ വചനമാണ്. എന്നോടും നിങ്ങളോടും അല്ലാഹുവിന്റെ ഖുർആൻ, നമ്മോട് മാത്രമല്ല ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും അല്ലാഹുവിന്റെ ഖുർആൻ, റബ്ബിന്റെ കലാം അല്ലാഹു സംസാരിക്കുകയാണ്. ഈ ഖുർആൻ, ഈ വിശുദ്ധ ഗ്രന്ഥം, അത് നിങ്ങളെ നയിക്കുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏറ്റവും ഋജുവായ, ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്കാണ്. ഇതിലൂടെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ആളുകൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മങ്ങളായ കാര്യങ്ങളിലൂടെ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് മഹത്തരമായ പ്രതിഫലമാണ്. ആ പ്രതിഫലത്തെ എനിക്കും നിങ്ങൾക്കും കണക്കാക്കാൻ സാധ്യമല്ല. നാളെ വരാനിരിക്കുന്ന സ്വർഗം ഇൻഷാ അല്ലാഹ് അതൊക്കെ ചർച്ചകളിലൂടെ വരും. ഒരു വാക്ക് പറയട്ടെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കരങ്ങളും എത്തിപ്പിടിച്ചിട്ടില്ലാത്ത, ഒരു കാൽപാദങ്ങളും നടന്നു പോയിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത വല്ലാത്ത സ്വർഗം. അവിടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഭൂതികൾ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിർവചിക്കാനാവാത്ത സന്തോഷകരമായ രംഗങ്ങൾ, അത് വിശ്വാസികളെ മാത്രം കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യരെ, എൻ്റെ പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, ചിന്തിക്കണം, ആലോചിക്കണം. ഈ ഖുർആൻ നമ്മെ ഒരിക്കലും അനീതിയിലേക്ക് കൊണ്ടുപോകില്ല. ഈ ഖുർആൻ ഒരിക്കലും അതിക്രമത്തിൽ നമ്മളെ എത്തിക്കുകയില്ല. ഈ ഖുർആൻ ഒരിക്കലും നമ്മെ മോശപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കില്ല. ഈ ഖുർആൻ നമ്മെ നയിക്കുന്നത് ഏറ്റവും നേരായ, ചൊവ്വായ, വക്രതയില്ലാത്ത, വ്യക്തമായ, സുതാര്യമായ ഒരു മാർഗത്തിലേക്കാണ്. ആ ഖുർആൻ എത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ആ ഖുർആനിലൂടെ എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഈ ഖുർആൻ നമ്മളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സംഘത്തെ, മനുഷ്യലോകത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ളതാണെങ്കിൽ എന്റെ ഹൃദയത്തിന് എത്രമാത്രം വെളിച്ചം നൽകാൻ ഈ വിശുദ്ധ ഖുർആനിന് സാധിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ തകരാറാണോ? അല്ല. ഞാൻ അതിനെ ഉപയോഗിക്കുന്നതിൽ, ഞാൻ ആ ഖുർആനുമായി എടുക്കുന്നതിൽ, ഞാൻ ആ ഖുർആനിലേക്ക് ചെല്ലുന്നതിൽ, ഖുർആനിന്റെ പേജുകൾ മറിക്കുന്നതിൽ, അതിന്റെ വചനങ്ങളെ പഠനവിധേയമാക്കുന്നതിൽ ഞാൻ എത്ര പിന്നിലാണ്. ഈ ഖുർആൻ എന്തിനാണ് എന്ന് ഒരായത്തിലൂടെ ഞാൻ പറഞ്ഞു. 2-ാമത്തെ വചനം ശ്രദ്ധിക്കുക. കിതാബുൻ അൻസൽനാഹു ഇലൈക. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുക, നാം ആകുന്ന ഈ ഖുർആനിനെ
ഈ വചനങ്ങളെ, എന്റെ സംസാരത്തെ താങ്കളിലേക്ക് ഇറക്കിത്തന്നത് എന്തിന്? ഖുർആൻ തന്നെ സംസാരിക്കുകയാണ്, ലിതുഖ്രിജന്നാസ്, മനുഷ്യലോകത്തെ പുറത്തു കൊണ്ടുവരാനാണ്. മനുഷ്യലോകത്തെ പുറത്തു കൊണ്ടുവരാനാണ്, രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനാണ്. എവിടെ നിന്ന്? മിനല്ലുലുമാത്ത്, ഇരുട്ടിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് എവിടേക്ക് കൊണ്ടുവരാൻ? ഇലന്നൂർ, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഖുർആൻ ഇത് പറയുമ്പോ, ഈ ഖുർആൻ ഓതുന്ന, ഖുർആൻ വായിക്കുന്ന, ഖുർആൻ മനസ്സിലാക്കുന്ന, അതിന്റെ ആയത്തുകൾ പഠിക്കുന്ന ഒരാൾ, അവന്റെ ഹൃദയത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും അത് വെണ്ണ പോലെ ഉരുകിയൊലിച്ച് ആ ഇരുട്ടിൽ നിന്ന്, ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള മഹനീയമായ ഗ്രന്ഥമാണ് എന്റെയും നിങ്ങളുടെയും കയ്യിൽ, എന്റെയും നിങ്ങളുടെയും വീടുകളിൽ, ഹോസ്റ്റലുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്നത് നാം മറന്നു പോകാൻ പാടില്ല. ഈ കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, എന്റെ കയ്യിൽ എന്താണ്? ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലുകൾ, ഞാൻ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, എന്റെ സിസ്റ്റം, ആധുനിക ടെക്നോളജികൾ, അതിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ കയറി നിൽക്കുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ എല്ലാ സംവിധാനങ്ങളും ഞാൻ ഉപയോഗിക്കാൻ, അത് കൃത്യമായി ഉപയോഗിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജാഗ്രത പാലിക്കുന്നുണ്ട്. ഖുർആനാകുന്ന മാറ്റമില്ലാത്ത റബ്ബിന്റെ കലാം, മനുഷ്യ ജീവിതത്തിൽ, ഹൃദയത്തിൽ വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ കലാം, അതുപയോഗിക്കാൻ ഇതാ എനിക്കും നിങ്ങൾക്ക് സമയം കിട്ടാതെ പോയി. കഴിഞ്ഞ റമളാനിൽ പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കി, ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഈ റമളാൻ എത്തിയിട്ടില്ലാത്ത ഈ മാസം വരെ മാസങ്ങൾ പിന്നിട്ടിട്ട് അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു 10 ആയത്തിന്റെ അർത്ഥതലങ്ങളെ ഒന്ന് നോക്കി വായിക്കാൻ, ഹൃദയത്തിലേക്കൊന്ന് ഇറക്കി വെക്കാൻ, ആലോചനയിലേക്കൊന്ന് പ്രവേശിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയിട്ടില്ല. ആലോചിച്ചോളൂ, എത്രയെത്ര വിഷയങ്ങളെ നാം കൈകാര്യം ചെയ്തു, ഏതൊക്കെ മാധ്യമങ്ങൾ നാം ഉപയോഗിച്ചു, എന്തൊക്കെ ആധുനിക സംവിധാനങ്ങളെ നാം ഉപയോഗപ്പെടുത്തി. എന്റെ മൊബൈലുകൾ മണിക്കൂറുകളോളം ഒരു ദിവസത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ കലാമാകുന്ന അമൂല്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത, അതേ മനുഷ്യനെ വല്ലാതെ അട്രാക്ഷൻ ചെയ്യാൻ കഴിവുള്ള, മനുഷ്യന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കാൻ ശക്തിയുള്ള അള്ളാഹുവിന്റെ കലാം ഉപയോഗിക്കാൻ എനിക്ക് പറ്റാതെ പോയി. ഞാൻ അവഗണിച്ചു, ഞാനതിനെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി, ഞാൻ ആ ഖുർആനിലേക്ക് ശ്രദ്ധിച്ചില്ല. അള്ളാഹുവിന്റെ കലാം, അടുത്ത ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ, അതിലെ 124, 125, 126 വചനങ്ങൾ അള്ളാഹുവിന്റെ കലാം സംസാരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയണം. വമൻ അഅറള അൻ സിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക, ആരെങ്കിലും എന്റെ ദിക്റിനെ, ഈ ഖുർആനിനെ, ഈ ഫുർഖാനിനെ പ്രിയപ്പെട്ടവരെ അവഗണിച്ച് തള്ളി മാറ്റിയാൽ, അതിനെ അഗണ്യ കോണിലേക്ക് തള്ളി മാറ്റിയാൽ, അശ്രദ്ധനാക്കി, എനിക്ക് ഖുർആനിനെ പഠിക്കാൻ സമയം കിട്ടാതെ പോയി, ആ ഖുർആനിന്റെ ആശയങ്ങളെ പഠിക്കാൻ സമയം കിട്ടാതെ പോയി, ആ കലാമിനെ ഞാൻ ജീവിതത്തിൽ കാണിക്കുന്ന മറ്റേതൊക്കെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കാണിക്കുന്നുവോ ആ പ്രാധാന്യങ്ങളൊന്നും ഈ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ കലാമിന് നൽകാതെ ഖുർആനിനെ ഞാൻ മാറ്റിവെച്ചു. നാളെ പരലോകത്ത് ഈ ഓഡിറ്റോറിയത്തിൽ പ്രോഫ്കോണിന്റെ ഉജ്ജ്വലമായ സമ്മേളനത്തിൽ വന്നിരിക്കുന്ന നമുക്ക് 2 നേത്രങ്ങൾക്കും കാഴ്ചശക്തിയുണ്ട്. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ചെന്ന് നിൽക്കുമ്പോ അല്ലാഹു തആലയുടെ ഖുർആൻ ഇവിടെ വെച്ച് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ഖുർആനിനെ ആരാണോ അവഗണിച്ച് തള്ളിക്കളഞ്ഞത്, ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അവന് ഏറെ കുടിസതയുള്ള ജീവിതമാണ് നാളെ കൊടുക്കാനിരിക്കുന്നത്, അവനെ കാത്തിരിക്കുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ അവനെ, അങ്ങനെ അവഗണിച്ചവരെ, ഖുർആനിനെ മാറ്റി നിർത്തിയവരെ പാരത്രിക ലോകത്ത് അന്ധന്മാരായി നാം ഒരുമിച്ച് കൂട്ടുമെന്ന് അല്ലാഹ്. കണ്ണ് കാണാത്തവരായി, നേത്രങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് ഈ ഭൂമിയുടെ ആസ്വാദനങ്ങളെ നോക്കിക്കണ്ട്, എന്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട് ആസ്വദിച്ചവർ, പ്രകൃതിയുടെ അതിമനോഹരമായ രംഗങ്ങളെ കണ്ടാസ്വദിച്ചവർ, സ്വന്തം മാതാവിനെ, പിതാവിനെ, കൂട്ടുകുടുംബങ്ങളെ,
കൊച്ചു അനുജന്മാരെ, അനുജത്തിമാരെ, പ്രകൃതി ഭംഗികളെ, ആകാശപ്പരപ്പുകളെ നോക്കി കണ്ടാസ്വദിച്ച കണ്ണുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ കണ്ണ് കാണാത്തവരായി നിൽക്കുകയാണ്. നമ്മൾ ചോദിച്ചു പോകും, ആരാണ് ഖുർആനിനെ തള്ളിക്കളഞ്ഞത്? അവർ ചോദിച്ചു പോകും, ഖാല ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. അല്ലാഹുവേ, റബ്ബേ, ഞാൻ കാഴ്ച ശക്തിയുള്ളവനായിരുന്നല്ലോ, എന്തൊരു കാരണത്താലാണ്, എന്തൊരു വിഷയത്തിലാണ് എന്നെ അന്ധനാക്കി ഈ അന്ധന്മാരുടെ കണ്ണ് കാണാത്തവരുടെ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടാൻ കാരണമെന്ന് ചോദിക്കുന്ന വല്ലാത്ത രംഗം. ആ സമയത്ത് അല്ലാഹു തആല പറയുന്ന മറുപടി ഗൗരവത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഖാല കദാലിക്, കാര്യം അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ നീ ജീവിച്ചപ്പോ നിനക്ക് കിട്ടിയ 20 കൊല്ലം, നിനക്ക് കിട്ടിയ 30 കൊല്ലം, നിനക്ക് കിട്ടിയ 40 കൊല്ലം, പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ദാ നമ്മൾ നാളെ ഇവിടെ പറയുകയാണ്, റബ്ബേ റബ്ബേ, എനിക്ക് 40 വയസ്സ് കിട്ടി, എനിക്ക് 30 വയസ്സ് കിട്ടി, എനിക്ക് 20 കൊല്ലം കിട്ടി. അല്ല പറയുന്ന മറുപടി, കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ശരിയാണ്, ഭൂമിയിൽ നീ കണ്ടാസ്വദിച്ചിട്ടുണ്ട്. ഖാല കദാലിക്, പക്ഷേ കാര്യം അങ്ങനെ തന്നെയാണെങ്കിലും അത്തത്ക ആയാതുനാ, നമ്മുടെ ആയത്തുകൾ ദാ നിങ്ങളടുത്തേക്ക് ഓതി കേൾപ്പിച്ചപ്പോ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുണ്ട്. എന്റെ മക്കളെ, ഖുർആനിൽ ഇങ്ങനെയുണ്ട്. ഖുർആൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഖുർആൻ പഠിച്ചാൽ ഇന്ന പ്രതിഫലങ്ങളുണ്ട്. ആ ഖുർആൻ നിങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ്. നിങ്ങൾ റൂട്ട് തെറ്റാതിരിക്കാൻ, നിങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ, നിങ്ങൾ ആ ശലീലയിൽ ചെന്ന് വീടാതിരിക്കാൻ, നിങ്ങൾ വൃത്തികെട്ടവന്മാരായി മാറാതിരിക്കാൻ ഈ ഖുർആനാണ് നിങ്ങളുടെ വഴികാട്ടി എന്ന് നിങ്ങളോട് നിങ്ങൾ ജീവിച്ച ലോകത്ത് വെച്ച് പറഞ്ഞു തരാൻ ആളുകൾ വന്നപ്പോ, ഓതിക്കേൽപ്പിച്ചപ്പോ അല്ലാഹു തആല പറയാ, ഫനസീതഹ, ആ ഖുർആനിനെ മറന്നു കളഞ്ഞു. ദാ നീ മറന്നു, ഞാൻ എന്ന വ്യക്തി മറന്നു, ഈ സംസാരം കേൾക്കുന്ന ഓരോ വ്യക്തിയും അല്ലാഹുവിന്റെ കലാമിനെ മറന്നു. വകദാലിക്കൽ യൗമ തുൻസാ, അതുകൊണ്ട് ഇന്നേ ദിവസം, ഈ ദിവസം ആരും നമുക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാനില്ലാത്ത കോടതിയിൽ ലോകത്തിന്റെ റബ്ബായ അല്ല പറയാ, ഈ ദിവസം നിന്നെ മറക്കുകയാണ്. പിന്നെ ആരുണ്ടോർക്കാൻ സഹോദരങ്ങളെ, ലോകത്തിന്റെ നാഥനായ അല്ല അവന്റെ കോടതിയിൽ വെച്ച് എന്നെയും നിങ്ങളെയും മറന്നു കളഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരക്ഷരം പറയാൻ ആരുമില്ലാത്ത കോടതി. ഫാത്തിമ, എന്റെ കരളിന്റെ കട്ടമാണ് മോളെ നീ. ഫാത്തിമ, എന്റെ ഹൃദയത്തിന്റെ കട്ടമാണ് മോളെ നീ. പക്ഷേ മോളെ, നരകത്തിൽ നിന്ന്, അഗ്നികുണ്ടാരത്തിൽ നിന്ന് നിന്റെ തടിയെ നീ കാത്തുരക്ഷിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം മോളെ. വാപ്പയ്ക്ക് രക്ഷിക്കാനാവില്ല എന്ന് തങ്ങന്മാരുടെ നേതാവ്, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ, അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ അല്ല, ലോകം മനുഷ്യരുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മോളെ, നിന്നെ രക്ഷിക്കാൻ ഈ ഉപ്പക്കാവില്ല മോളെ, ഉപ്പക്കാവില്ല മോളെ. അതുകൊണ്ട് മോളെ, നിന്റെ തടി നരകാഗ്നിയിൽ നിന്ന് നീ കാക്കണം മോളെ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആരും നമുക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാനില്ലാത്ത കോടതിയിൽ, ഉരിയിടാനില്ലാത്ത കോടതിയിൽ, ജാമ്യം നിൽക്കാനില്ലാത്ത കോടതിയിൽ, ഒരക്ഷരം നമുക്ക് വേണ്ടി പറയാനില്ലാത്ത കോടതിയിൽ, പ്രിയപ്പെട്ടവരെ, അല്ല നമ്മളെ മറന്നാൽ, എന്തിന്റെ കാരണത്താൽ ഈ ഖുർആനിനെ നാം അവഗണിച്ച് മാറ്റി നിർത്തിയതിന്റെ പേരിൽ നാളെ അന്ധന്മാരായി റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കേണ്ട ദുർഗതി എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ ആലോചിക്കുക, ചിന്തിക്കുക. നമുക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് അള്ളാന്റെ കലാമ് പഠിക്കണം. നിങ്ങൾ സയൻസ് പഠിക്കുന്നു, നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നു, നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നു, നിങ്ങൾ ബയോളജിക്കൽ തിയറികൾ പഠിക്കുന്നു, ഏറ്റവും വലിയ വിവരങ്ങളെ തേടി നിങ്ങൾ പുറപ്പെടുന്നു. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൽമ്, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. അതിനെ മാറ്റിവെച്ച് നിങ്ങൾ ഏതേത് മേഖലകളുടെ മുന്നോട്ട് പോയാലും ആ മുന്നോട്ടുള്ള ഗമനത്തിൽ സഹോദരങ്ങളെ, ഒരിക്കലും 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 റബ്ബിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകില്ല. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളോട്. എന്താണ് ആ ചോദ്യം? അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കുകയാണ്, ഖുൽ ഹൽ അസ്തബിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇങ്ങനെ ലോകത്ത് എന്തൊക്കെ വിജ്ഞാനങ്ങളുണ്ടോ എല്ലാം പഠിച്ചു ഒരാൾ. പക്ഷെ ഖുർആൻ പഠിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ പഠിച്ചവരും അള്ളാഹുവിന്റെ ദീന് പഠിച്ചവരും ഇത് പഠിക്കാത്തവരും ഒരുപോലെയാണോ എന്നാണ് ഖുർആനിന്റെ ചോദ്യം. അള്ളാന്റെ ഖുർആൻ
അത് പഠിച്ചവരും പഠിക്കാത്തവരും ഒരുപോലെയാണോ? ഇവിടെ ഇരിക്കുന്ന പ്രോഫ് കോണിന്റെ ഈ പന്തലിന്റെ കീഴിൽ വന്നിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും എന്റെ സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചു പോവുകയാണ്, ഖുർആനാകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അതൊന്ന് തുറന്നു നോക്കിയിട്ട് ഇതിൽ നിന്നൊരു 2 പേജ് വായിച്ചൊന്ന് അർത്ഥം പറയണം. ഇംഗ്ലീഷ് ഫ്ലുവന്റായി സംസാരിക്കുന്ന, ഭാഷകൾ കൃത്യമായി സംസാരിക്കുന്ന, വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന വളരെ ബ്രൈറ്റായ എന്റെ അനുജന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഭാവിയിലെ ഡോക്ടർമാരാവാനുള്ളവർ, എഞ്ചിനീയർമാരായി പുറത്തു വരാനുള്ളവർ, വലിയ വലിയ ഉന്നത തലത്തിലിരിക്കാനുള്ളവർ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അള്ളാഹുവിന്റെ കലാമ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് മാറ്റത്തിന് വിധേയമാകാത്ത ഈ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഈ ഖുർആനിൽ നിന്ന് 2 പേജിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് സാധ്യമല്ല. മാറ്റത്തിന് വിധേയമാകാത്ത ഖുർആൻ, ഞാൻ ജനിച്ചത് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഖുർആൻ, മരണം വരെ അങ്ങനെ തന്നെ കാണാൻ ഭാഗ്യമുള്ള ഖുർആൻ. ശരി, അടുത്ത തലമുറകളും എല്ലാം ഉപയോഗിക്കാനുള്ള ഈ ഖുർആൻ 1400 വർഷങ്ങളായി മനുഷ്യലോകം ഓതിക്കൊണ്ടേയിരിക്കുന്ന ഈ ഖുർആൻ, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് 2 പേജ് വേണ്ട 2 ആയത്ത് തെറ്റാതെ ഒന്ന് ഓതി അർത്ഥം പറയാൻ പോലും എനിക്ക് സാധിക്കാതെ പോയാൽ എന്റെ ബിരുദാനന്ദ ബിരുദങ്ങൾ കൊണ്ട്, എന്റെ ഉന്നതതല ഡിഗ്രികൾ കൊണ്ട്, എന്റെ ഏറ്റവും വലിയ വൈജ്ഞാനിക സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ എന്തുണ്ടാകും പ്രയോജനമെന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഖുർആൻ ചോദിച്ച ചോദ്യം അതാണ്. ഇനിയോ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് 1-2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഇതാ അവിടുത്തെ കുറിച്ച് ഒരു അപവാദ പ്രചാരണം കടന്നു വരികയാണ്. ഞാൻ ആ ചരിത്ര സംഭവത്തിലേക്ക് പോകുന്നില്ല. അപവാദ പ്രചാരണം ഉണ്ടാവുകയാണ്. അതുണ്ടായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്ത്, പണം കൊടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിൽ വളരുന്ന മിസ്തഹ് എന്ന് പറയുന്ന മനുഷ്യനും ഈ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവരിൽ ഉണ്ടെന്നറിയുകയാണ്. അപവാദം പറഞ്ഞുണ്ടാക്കുന്നവരിൽ ഉണ്ട് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പണം കൊടുത്ത് സംരക്ഷിക്കുന്ന മിസ്തഹ് എന്ന് പറയുന്ന ഈ മനുഷ്യനും അതിലുണ്ട് എന്ന് കേൾക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാനാവുന്നില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അത് ഉൾക്കൊള്ളാനാവുന്നില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുന്നില്ല, ഇനി അദ്ദേഹത്തിന് ഒരു സഹായവും ഞാൻ കൊടുക്കുകയില്ല. എന്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള സഹായവും ഒന്നും ഞാൻ കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പാകെ പ്രിയപ്പെട്ടവരെ ഓതി കേൾപ്പിക്കുന്ന രംഗമുണ്ട്. നമ്മൾ ആലോചിക്കണം. ഞാനതിന്റെ ആയത്തിന്റെ ആദ്യം മുതലുള്ള വചനങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അവസാനമായി അദ്ദേഹത്തിന്റെ മനസ്സാകമാനം മാറിപ്പോകുമാറ്, പെട്ടെന്ന് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുമാറ് ആയത്തിന്റെ ഒരു കഷ്ടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്കല്ലാഹു പുറത്തു തരാൻ, നിങ്ങൾക്കല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമല്ലേ. ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 22-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, ഇതങ്ങു കേട്ടതോടുകൂടി ഇല്ല, അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ അടിമകളെ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്താലും, ഞാൻ എന്ത് കുറ്റം ചെയ്താലും, ഞാൻ എന്ത് പറഞ്ഞു പോയാലും എന്റെ റബ്ബെനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? ശരി, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാൻ, വിട്ടുകൊടുക്കാൻ, പുറത്തു കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത മനസ്സുമായി നിൽക്കുന്ന നേരത്ത് ഖുർആനിന്റെ വചനാമൃതം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഇല്ല, എനിക്കൊരിക്കലും കടുത്ത തീരുമാനമെടുക്കാനാവില്ല. ഞാൻ കേൾക്കുന്നത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഖുർആനിന്റെ വാക്കാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർത്തു പോകുന്ന രംഗം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഉദാഹരണം ശ്രദ്ധിച്ചോ. മരുഭൂമിയിലെ പേപ്പട്ടി എന്നറിയപ്പെടുന്ന ഫുലൈൽ ബിൻ ഇയാദ്
ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ഒരു കാട്ടറബി ഉണ്ടായിരുന്നു. ആ ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന കാട്ടറബി, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മരുഭൂമിയുടെ ചുറ്റിക്കിറങ്ങി, നാടുനീളെ ചുറ്റിക്കിറങ്ങി, ഓരോ ദിവസവും വ്യഭിചാരത്തിലേർപ്പെടുന്ന മരുഭൂമിയിലെ പേപ്പട്ടി എന്നറിയപ്പെടുന്ന ഒരു വല്ലാത്ത വ്യക്തിത്വമായിരുന്നു. ആ വ്യക്തി ഒരു ദിവസം ആകെ ചുറ്റിക്കിറങ്ങി അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന, ഇഷ്ടത്തിന് വഴങ്ങുന്ന ഒരു പെണ്ണിനെയും കിട്ടാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ഈ കാട്ടറബി സ്വയം പറയുകയാണ്, ഇല്ല, ഞാൻ എല്ലാ ദിവസവും വ്യഭിചാരം നടത്തുന്നവനാണ്, ഇന്നെനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല, ഇന്നെനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല, ഞാൻ വ്യഭിചരിച്ചിരിക്കും. ആരെ? എന്റെ വീടിന്റെ പുറത്ത് താമസിക്കുന്ന, ആരാരും തുണയില്ലാത്ത വയോവൃദ്ധയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഉമ്മയുണ്ട്. പ്രായം 60 കഴിഞ്ഞ് 65 കഴിഞ്ഞ പ്രായമുള്ള ഒരു ഉമ്മ. അത് പെണ്ണാണല്ലോ, അതുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചിരിക്കുമെന്ന് ഫുലൈൽ ബിൻ ഇയാദ് തീരുമാനിക്കുകയാണ്. എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരെ, വാട്സപ്പ് ഉപയോഗിക്കുന്നവരെ, നിംബൂസ് ഉപയോഗിക്കുന്നവരെ, ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവരെ, സെർച്ചിങ് നടത്തുന്നവരെ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങൾ ഉപയോഗിക്കുന്നവരെ, അത് ഖുർആനിന്റെ ഇഷ്ടത്തിനനുസൃതമാക്കാൻ, അത് ഹദീസുകൾക്ക് അനുസൃതമാക്കാൻ പരിധി വിടാതെ, പരിധി ലംഘിക്കാതെ, നോക്കൂ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത റൂട്ടിലേക്ക് കയറിപ്പോകാതെ എന്റെ വികാരങ്ങളെ പിടിച്ചു നിർത്തി, എന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തി, എന്റെ താല്പര്യങ്ങളെ പിടിച്ചു നിർത്തി, ഇല്ല റബ്ബേ, ഞാൻ ഒറ്റക്കാണെങ്കിലും, എന്റെ ബെഡ്റൂമിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും, എന്റെ മുമ്പിൽ അതീവ സൗകര്യമുള്ള സിസ്റ്റം ഉണ്ടെങ്കിലും, അതീവ വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലും, ഇല്ല റബ്ബേ, നിന്നെ മറന്നുകൊണ്ട് ഒരിക്കലും ഞാനൊന്നും ചെയ്യില്ല, ഞാനൊരു സെർച്ചിങ് നടത്തില്ല, ഒരിക്കലും ഞാൻ അനാവശ്യമായ സംസാരത്തിൽ ഏർപ്പെടില്ല, എന്റെ കണ്ണുകളെ കൺട്രോൾ ചെയ്യുന്നതാ, എന്റെ കർണപുടങ്ങളെ നിയന്ത്രിക്കും റബ്ബേ എന്ന് പറയാൻ ഈ ആയത്ത് നമുക്ക് ഉപകാരപ്പെടണം. ഫുലൈൽ ബിൻ ഇയാദ് കയറി ചെല്ലുകയാണ്. എന്നിട്ടോ പ്രായമുള്ള ആ മാതാവ് തുല്യമായ ഒരു ഉമ്മയുടെ പ്രായമുള്ള മനുഷ്യ സ്ത്രീയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുമ്പോ ആ ഉമ്മയുടെ കയ്യിൽ ഖുർആനാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മ സൂറത്ത് ഹദീദ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് ഹദീദ് 57-ാമത്തെ അധ്യായമാണ്, 16-ാമത്തെ വചനം ആ ഉമ്മ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വചനത്തിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിനെ പേടിച്ച്, റബ്ബിനെ ഭയപ്പെട്ട്, നിങ്ങളുടെ മനസ്സുകൾക്ക്, നിങ്ങളുടെ കൽബുകൾക്ക്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പിടക്കാൻ സമയമായിട്ടില്ലേ എന്നാണ് ആ ഖുർആനിന്റെ ചോദ്യം. ദാ ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വാതിൽ തള്ളി തുറന്ന് ആ മാതാവിന് തുല്യമായ സ്ത്രീയുടെ തന്റെ കാമവികാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കയറിച്ചെന്ന ഫുലൈൽ ബിൻ ഇയാദ് ഈ വാക്ക് കേട്ട് തെരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കർണപടത്തിൽ ചെന്നടിച്ചു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആ ഖുർആനിന്റെ വാക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ഈ കാട്ടറബിയായ മനുഷ്യൻ ആ വീട് വിട്ടിറങ്ങുകയാണ്. എന്നിട്ട് ഓടിയിട്ട് തന്റെ വീട്ടിലേക്ക് കയറി. അവിടെ വെച്ച് പറഞ്ഞു, ഈ ഉമ്മ പറഞ്ഞ വാക്ക് ഇല്ല, ഒരിക്കലും ആ ഉമ്മയുടെ വർത്തമാനമല്ല. ആ ഉമ്മ പറഞ്ഞ വാക്ക് ഒരിക്കലും ആ ഉമ്മ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. അത് റബ്ബിന്റെ കലാമാണെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആനാണെങ്കിൽ, ഖുർആനിന്റെ വചനമാണെങ്കിൽ, ഇല്ല, ഞാനിത് അത് ഉൾക്കൊള്ളുകയാണ്. അതാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുകയാണ്. അതേ, ഉടനെ ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ആ കാട്ടറബി ഉണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ, ഈ ആയത്ത് മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, ചിന്തിക്കുക, ഇസ്ലാമിന്റെ രാജകീയമായ പാതയിലേക്ക് കയറി വരികയാണ്.
സദസ്സൊന്ന് ക്ലിയർ ആവാനാണ്. ശരി, ഇരുന്നോളെ. ഈ സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പറഞ്ഞു വെച്ചതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ മനസ്സിൽ ആ പേരോർമ്മയുണ്ടാവും. ഫുലൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ദുഷിച്ച മാർഗവും ദുർമാർഗവും സ്വീകരിച്ച ഒരു വ്യക്തി, എല്ലാ ദിവസവും വ്യഭിചരിക്കണമെന്ന് തീരുമാനമെടുത്ത ഒരു ചങ്ങാതി, ഒരു ദിവസം തിരിച്ചു വരുന്നതും പ്രതിജ്ഞ ചെയ്യുന്നതും ഉമ്മക്കൊത്ത് പ്രായമുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അടുക്കലേക്ക് കയറി ചെല്ലുന്നതും ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ആ ഉമ്മയുടെ വീടിൻ്റെ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറുന്നതും, വികാരചിത്തനായി കയറി ചെന്ന് നിൽക്കുന്ന ഫുലൈൽ ബിൻ ഇയാദിന്റെ കർണപുടങ്ങളിൽ ചെന്നടിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറത്ത് ഹദീദിലെ 16-ാമത്തെ വചനമായിരുന്നു. ആയത്തെന്താ? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തിട്ട് പേടിച്ചിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സുകൾക്ക് വിറകൊള്ളാൻ സമയമായിട്ടില്ലേ? ഈ ഖുർആനിന്റെ വചനം ഫുലൈൽ ബിൻ ഇയാദിന്റെ കർണപുടങ്ങളിൽ ചെന്നടിച്ചു, ഹൃദയത്തിലേക്ക് ഇറങ്ങി, ആലോചനയിലേക്ക് കയറി ചെന്നു. സഹോദരങ്ങളെ, ഉടനെ ഫുലൈൽ ബിൻ ഇയാദ് തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനമെടുത്തത്? ഇല്ല, ഞാൻ ഈ കേട്ട വാക്കുകൾ, ഞാൻ ഈ കേട്ട വചനങ്ങൾ ഒരിക്കലും ഇതൊരു മാതാവിന്റെ വർത്തമാനമല്ല. ഇത് റബ്ബിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹീ പ്രകാരം ഈ സമുദായത്തിന് ഓതിക്കൊടുത്തതാണ്. എങ്കിൽ ഞാൻ ഇതാ വിശ്വസിക്കുന്നു, ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇനി സമയം വേസ്റ്റ് ചെയ്തുകൂടാ എന്ന് തീരുമാനിക്കുകയും തന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ വെച്ച് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ രാജകീയമായ സുതാര്യമായ പാതയിലേക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും വ്യഭിചാരവും വൃത്തികേടുകളും മാത്രമായി ജീവിച്ചിരുന്ന ആ വ്യക്തി, മരുഭൂമിയിലെ പേപ്പട്ടി എന്നറിയപ്പെടുന്ന ഈ വ്യക്തി, ഇസ്ലാമിന്റെ രാജകീയമായ പാതയിലേക്ക് അതിന്റെ ഷഹാദത്തുകൾ ചൊല്ലി പ്രവേശിക്കുകയാണ്. ഇന്ന് ഫുലൈൽ ബിൻ ഇയാദ് എന്ന് നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ ബ്രാക്കറ്റിൽ ഒരു റാ കാണും, റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് വേണ്ടി ലോകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു നിസ്സാരമായ കാര്യമല്ല. നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ അനാവശ്യമായി ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന നേരത്ത്, എൻ്റെ കൂട്ടുകാരൻ ഒരു തിന്മയിലേക്ക് ഞാൻ മാടി വിളിക്കുന്ന നേരത്ത്, എൻ്റെ കൂട്ടുകാരനെ ഞാൻ ദുരുപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സമയത്ത്, ആരാരുമില്ലാത്ത സമയത്ത് എൻ്റെ ബെഡ്റൂമിൽ ആ വാതിൽ കതകിൻ കുട്ടിയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്റം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പൊരുത്തമില്ലാത്ത റൂട്ടിലേക്ക് ചലിപ്പിക്കാൻ അതിന്റെ മൗസന്റെ കൈകൊണ്ട് ചലിപ്പിക്കുമ്പോ ഓർക്കണം ഈ ആയത്ത്, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തിട്ട് പടച്ചവരിൽ വിശ്വസിക്കുന്നവരെ, നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ, നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വരാനിരിക്കുന്ന സ്വർഗമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണെങ്കിൽ, വരാനിരിക്കുന്ന നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, ആരടി മണ്ണാകുന്ന ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന ഓർമ്മയുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിന്, നിങ്ങളുടെ മനസ്സുകൾക്ക് പിടക്കാൻ, വിറക്കാൻ സമയമായിട്ടില്ലേ എന്ന ഖുർആനിന്റെ ചോദ്യത്തിൽ നിന്ന് നാം ഒരിക്കലും പിറകോട്ട് പോകരുത്. അതുകൊണ്ട് അവസാന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ധാരാളമായി വായിക്കണം, ധാരാളമായി വായിക്കണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി, നാളെ ഈ ലോകം വിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ അർശിന്റെ തണല് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സമയത്ത് ആൾക്കൂട്ടം മുഴുവനും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്ത് അവസാനം ജനിച്ചു വീണ കുട്ടി വരെ ദാ പൂർണ്ണനഗ്നരായി, ചെരുപ്പണിയാതെ ചേലാക്രമം നടത്താത്തവരായി റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കുന്ന നേരത്ത് ഖുർആനാകുന്ന റബ്ബിന്റെ കലാം എന്നെ തേടി വരുന്നു, എന്നെ തേടി വരുന്നു. ഈ പ്രോഫ്കോറിന്റെ സദസ്സിലിരിക്കുന്ന നിങ്ങളെ തേടി വരുന്നു. അള്ളാഹുവിനോട് പറയുന്നു ഖുർആൻ. എന്താ ഖുർആൻ പറയുന്നു? അല്ലാഹ് എന്നെ ധാരാളമായി ഉപയോഗിച്ചവനാണ് ഈ മനുഷ്യൻ, എന്നെ ധാരാളമായി ഉപയോഗിച്ചവനാണ് ഈ കുട്ടി. അതുകൊണ്ട് റബ്ബേ അവന് പുറത്തു കൊടുക്കണേ എന്ന് ഖുർആൻ പറയും. എല്ലില്ലാത്ത ഈ നാവ്
ഈ മാംസകഷ്ടം ഇളകുമ്പോ സംസാരം പുറത്തു വന്നെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ സംസാരിക്കുന്ന ഒരു കോടതി ഷഫീഅൻ ലി അസ്ഹാബിഹി, ആ ഖുർആനിന്റെ അനുയായികൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖ് ലഹു വജ്റാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വല്ലാത്ത വചനമാണിത്. ഖുർആൻ മര്യാദക്ക് ഓതാൻ അറിയാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, പഠിക്കുന്നവർ. എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, ഖുർആനിലെ അലിഫ്, ബാ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൂട്ടിവെച്ച് മുമ്പ് അറബി ഭാഷയുമായി ബന്ധമില്ലാതെ, ഖുർആനുമായി ബന്ധമില്ലാതെ ഇത് പഠിക്കാൻ അവസരം കിട്ടാതെ പോയ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, പ്രിയപ്പെട്ട അനുജത്തിമാരെ, ഈ ഖുർആൻ നിങ്ങൾ തപ്പിത്തടഞ്ഞ്, അറബി ഭാഷയിൽ തപ്പിത്തടയുക എന്നതിന്റെ പദം പ്രയോഗിച്ച് ശ്രദ്ധിച്ചോ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുക, വല്ലദീ യഖറഉൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതുകയാണ്, വയതതഅതഉ ഫീഹി, ആ ഖുർആൻ ഓതുമ്പോ അവന് കൃത്യമായി ഓതാൻ പറ്റുന്നില്ല, അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് തപ്പിത്തടഞ്ഞ് അതേ കൃത്യമായി പൂർണ്ണമായി വായിക്കാനാവാതെ ആരെങ്കിലും ഈ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ, പ്രതിജ്ഞയെടുത്താൽ, എനിക്ക് റബ്ബിന്റെ കലാമ് പഠിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ വന്നാൽ വഹുവ അലൈഹി ഷാഖ്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ തീരുമാനമെടുക്കുന്നത്, പഠിക്കാൻ പ്രയാസമുണ്ട്. ലഹു വജ്റാനി, അവന് 2 തരത്തിലുള്ള പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖുർആൻ നന്നായി പഠിച്ച് അതിൽ നിപുണനായാൽ, മാഹിറായാൽ, നൈപുണ്യം നേടിയവനായി മാറിയാൽ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാളന്മാരുടെ കൂടെയാണ്, പുണ്യവാളന്മാരായ മലക്കുകളുടെ കൂടെയാണ്, റബ്ബിന്റെ മാലാകമാരുടെ കൂടെയാണ് അവന്റെ സീറ്റ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അൽ മുഅ്മിനു അല്ലദീ യഖറഉൽ ഖുർആൻ വയഅമലു ബിഹി, ഒരു മുഅ്മിൻ ഖുർആൻ ഓതുകയും ആ ഖുർആനിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്താൽ, ഇല്ല അതെനിക്ക് കാണാൻ പാടില്ലാത്തതാണ്, ഇതെനിക്ക് കേൾക്കാൻ പാടില്ലാത്തതാണ്, ഇതെനിക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, ഇതിന് ഞാൻ കൂട്ടു നിൽക്കാൻ പാടില്ലാത്തതാണ്, ഇതിന് ഞാൻ സാക്ഷി നിൽക്കാൻ പാടില്ലാത്തതാണ്, ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് അയക്കാൻ പാടില്ല, ഇങ്ങനൊരു മെസ്സേജിന് എനിക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള സംസാരം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ എന്നെ വിലക്കിയിട്ടുണ്ട്, ഖുർആൻ എന്നോട് താക്കീത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ എന്നോട് അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെ നിങ്ങൾ ഖുർആനിനനുസരിച്ച് തീരുമാനമെടുത്താൽ, പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, ആ മുഅ്മിനിന്റെ ഉപമ കലുതുർജ, അതൊരു മധുരനാരങ്ങയെ പോലെയാണ്. തഅമുഹാ തയ്യിബ്, അതിന്റെ രുചി എത്ര നല്ലതാണ്. വരീഹുഹാ തയ്യിബ്, അതിന്റെ സുഗന്ധം എത്ര നല്ലതാണ്. എങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ നോമ്പെടുക്കുന്നുണ്ട്, ഇസ്ലാമിനെ പറ്റി അറിയൊക്കെ ചെയ്യാം. പക്ഷെ ഏറ്റവും ആദ്യമായി പഠിക്കേണ്ട റബ്ബിന്റെ കലാമാകുന്ന ഖുർആൻ ഓതാൻ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ, പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരുന്നാൽ, ഖുർആൻ പഠിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരാതിരുന്നാൽ, അവന്റെ ഉപമ കത്തംറ, ഉണക്കക്കാരക്കയെ പോലെയാണ്. തഅമുഹാ തയ്യിബ്, അതിന്റെ രുചിയും നല്ലത് തന്നെയാണ്, പക്ഷേ അതിന് ഒരിക്കലും സുഗന്ധമില്ല. വലാ റീഹ ലഹാ, അതിന് സുഗന്ധം നൽകാനാവില്ല. എന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന് ഈ ഖുർആനാകുന്ന വെളിച്ചം, ഈ ഖുർആനാകുന്ന സുഗന്ധം പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് പറ്റാതെ പോകും. സുഹൃത്തുക്കളെ, ഈ ഖുർആനിന്റെ മാധുര്യം അറിയണം നിങ്ങൾ. ഖുർആൻ എതിർക്കാൻ ശ്രമിച്ചവർ വരെ ഈ ഖുർആൻ ഓതുന്ന സ്ഥലത്തേക്ക് അറിയാതെ ഇരുട്ടിൽ ചെന്ന്, തപ്പിത്തടഞ്ഞു ചെന്ന് ശത്രുക്കൾ പരസ്പരം കൂട്ടിമുട്ടുന്ന രംഗം ചരിത്രത്തിന്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ, ഈ ഖുർആനാണ് ഇന്നലകളിൽ ഞാൻ ഉപയോഗിച്ചത്, ഇന്ന് ഞാൻ ഉപയോഗിക്കേണ്ടത്, നാളെ ഞാൻ ആ ഖുർആനാണ് ഓതേണ്ടത്. തീരുമാനമെടുക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീരുമാനമെടുക്കണം. വാട്സപ്പുകളും നിംബോസുകളും ഫേസ്ബുക്കുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ആധുനിക ടെക്നോളജികളും ഉപയോഗിക്കുന്ന എന്റെ അനുജന്മാരെ, തീരുമാനമെടുക്കണം. എന്റെ കാതുകളിലേക്ക് സംഗീതത്തിന്റെ ആസ്വാദനങ്ങൾ പിശാച് കടത്തിവിട്ട് എന്നെ ഏതൊരു മായാലോകത്ത് കൊണ്ടുപോയി, ഒരു വിസ്മയ ലോകത്ത് കൊണ്ടുപോയി ഉറക്കത്തിലേക്ക് തള്ളിവിടുമ്പോ എന്റെ കൂടെ റബ്ബിന്റെ ഇഷ്ടമില്ല, എന്റെ കൂടെ റബ്ബിന്റെ പൊരുത്തമില്ല, എന്റെ കൂടെ എന്റെ കൂട്ടുകാരനായി ഖുർആനില്ല, ഖുർആനിന്റെ വ്യാഖ്യാനമില്ല, ചെകുത്താൻ മാത്രമാണുള്ളത്. ഞാൻ ഏതോ അനാവശ്യമായ ചാറ്റിംഗ് നടത്തുമ്പോ എന്റെ കൂടെ അള്ളാഹുവിന്റെ കലാമില്ല, അള്ളാഹുവിന്റെ ഖുർആനില്ല. നാളെ ഈ സദസ്സിലിരിക്കുന്നത് പോലെ സർവ മനുഷ്യരും തിങ്ങി നിറഞ്ഞ്
അള്ളാഹുവിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കൂട്ടം ആളുകൾക്ക് ഖുർആൻ പൊറത്തു കൊടുക്കണേ റബ്ബേ ഈ ശിഹാബിന് എന്ന് പറയുമ്പോ, പൊറത്തു കൊടുക്കണേ റബ്ബേ ഈ അഹ്മദിന് എന്ന് പറയുമ്പോ, ഈ മുഹമ്മദിന് എന്ന് പറയുമ്പോ, എന്റെ പേര് നിങ്ങളുടെ പേര് ആ മാലാകമാരുടെ ആ ഖുർആനിന്റെ ഭാഷയുടെ പ്രയോഗത്തിൽ വരാതെ പോകും. നഷ്ടക്കാരായി മാറും നമ്മൾ. അതുകൊണ്ട് അല്ലാഹ്ക്കിട്ടമില്ലാത്ത ഒന്ന് എന്റെ മൊബൈലിൽ ഉണ്ടാകാൻ പാടില്ല. റബ്ബിന് പൊരുത്തമില്ലാത്ത ഒന്ന് എന്റെ മൊബൈലിൽ ഉണ്ടാകാൻ പാടില്ല. സംഗീതം മാറ്റിവെക്ക്, അനാവശ്യങ്ങൾ മാറ്റിവെക്ക്, അനാവശ്യ ചർച്ചകൾ മാറ്റിവെക്ക്, അനാവശ്യ നിമിഷങ്ങൾ മാറ്റിവെക്ക്, അനാവശ്യ അവസരങ്ങൾ മാറ്റിവെക്ക്. അതിന് പകരം ഈ ഖുർആനിന്റെ മാധുര്യം, ഈ ഖുർആനിന്റെ ഒരു മാസ്മരികമായ ശക്തി എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ചിന്തയിലേക്ക്, എന്റെ ആലോചനയിലേക്ക് ആവാഹിച്ചെടുക്കാൻ, സ്വാംശീകരിച്ചെടുക്കാൻ, സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എങ്കിൽ എന്റെയും നിങ്ങളുടെയും നടത്തം സ്വർഗലോകത്തേക്കാണ്. ആര് ഖുർആനിനെ ഇമാമാക്കുന്നുവോ ഖാദഹു ഇലൽ ജന്ന, ആ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഖുർആൻ നമ്മുടെ പിറകിലല്ല, ഖുർആൻ എന്റെ മുന്നിൽ എന്റെ ലീഡറാണ്. ഖുർആൻ എന്റെ പിറകിലല്ല, ഖുർആനാണ് എന്റെ ലീഡർ. ആ ലീഡറായി, അതെ എന്റെ വഴികാട്ടിയായി, എന്റെ സുഹൃത്തായി, എന്റെ കൂടെ എന്റെ നെഞ്ചോട് ചേർത്ത്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ സ്ഥാനം കൊടുത്ത്, എന്റെ ആലോചനയിൽ സ്ഥാനം കൊടുത്ത് ഖുർആനിനെ വെക്കാൻ നിങ്ങൾ റെഡിയാകുമോ? എങ്കിൽ നിങ്ങളെ നയിക്കുന്നത്, എന്നെ നയിക്കുന്നത്, നമ്മെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അവസാനത്തെ വാക്ക് ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കാട്ടറബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നബിയെ എനിക്ക് നന്നാവണം, ഇനി ആരോടും ഉപദേശം ചോദിക്കാൻ എനിക്ക് അവസരമില്ല, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളൊരൊറ്റ ഉപദേശം തന്നാൽ ആ ഉപദേശം എനിക്ക് മതിയാവണം, വിശദീകരണം ആവശ്യമില്ലാത്ത വിധം അത് ചുരുക്കമാകണം. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആനിൽ നിന്നൊരായത്ത്, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആര് അണുമണി തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണും, ആര് അണുമണി തൂക്കം തിന്മ ചെയ്തോ അതവൻ കാണും. ഈ കാട്ടറബി ചുണ്ടിൽ തട്ടിക്കളിക്കുകയാണ്. ആര് അണുമണി തൂക്കം നന്മ ചെയ്തുവോ, ചെറിയ ഏറ്റവും മൈന്യൂട്ട് പോയിന്റ്, നിസ്സാരമായൊരു നന്മ ചെയ്താൽ അത് ഞാൻ കാണും, നിസ്സാരമായൊരു തിന്മ ചെയ്താൽ കൂരിരുട്ടിൽ അന്ത്യയാമങ്ങളിൽ ആരുമറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ നടത്തിയ ഒരു ഏർപ്പാട്, ആലോചന എന്റെ റെക്കോർഡിൽ വരും എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ ഈ ഖുർആനിനെ നമ്മളെല്ലാവരും? അംഗീകരിക്കുന്നുണ്ടോ ഈ ഖുർആനിനെ നമ്മളെല്ലാവരും? എങ്കിൽ ഈ ഖുർആൻ നമ്മുടെ ലീഡർ ആവട്ടെ, ഈ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാകട്ടെ, ഈ ഖുർആൻ നമ്മുടെ സുഹൃത്താകട്ടെ. അതിന് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം എന്നോടും നിങ്ങളോടും റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിച്ച്, എന്തിന്? ഈ ഖുർആൻ നമ്മുടെ വഴികാട്ടിയായി സ്വീകരിക്കണേ, ഈ ഖുർആൻ നമ്മുടെ സുഹൃത്തായി സ്വീകരിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ആവർത്തിച്ച് ഈ കലാം, നിന്റെ കലാം, നിന്റെ ഖുർആൻ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശകനായി കടന്നു വരാൻ അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കും നീ ഉണ്ടാക്കി തരണമേ നാഥാ. റബ്ബേ പിടച്ചുപോയ, തെറ്റിപ്പോയ ഞങ്ങളുടെ കൂട്ടുകാരന്മാർക്ക്, അശ്ലീലതയിൽ, ആഭാസങ്ങളിൽ, അതുപോലെ വൃത്തികേടുകളിൽ പടച്ചവനെ അകപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകാരന്മാർക്ക്, ഞങ്ങളുടെ കൂട്ടുകാരികൾക്ക്, നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക്, ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കാൻ പറ്റാതെ പോയവർക്ക്, നാഥാ ഒറ്റക്കിരുന്ന് അനാവശ്യമായ മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, റബ്ബേ നിന്റെ ഖുർആനാകുന്ന കലാമിന്റെ ആ ശബ്ദം, അതിന്റെ ഏറ്റവും വീര്യവത്തായ, അതിന്റെ ഏറ്റവും മൂല്യവത്തായ പിന്നെ അതിന്റെ ആശയസമ്പുഷ്ടമായ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക്, ആലോചനയിലേക്ക് തന്ന് ഞങ്ങളെ നീ നേർവഴിക്ക് നടത്തേണമേ നാഥാ. അല്ലാഹുവേ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ നാഥാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.